ഓക്കെ സാം. കണ്ടില്ല ആന്റി, എല്ലാവരും ഇപ്പൊ അവളെ കണ്ടിട്ട് എത്ര വലിയ ഷോക്കിലാണെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ആന്റിയോട് എല്ലാവരും ഞെട്ടൂന്ന്. ഓഫ് കോഴ്സ് മേഘനെ പോലെ തന്നെ ഉണ്ടല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ എല്ലാവരും ഷോക്ക് ആവാതിരിക്കുന്നേ? ഇത് മേഘനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി, ഇതിപ്പോ മേഘന തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. മഞ്ജരി, ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കാതെ. ഒരാളെ പോലെ ഈ ലോകത്ത് 7 പേരുണ്ടാവുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംയുക്ത മേഘനെ പോലെ ഒരാളായിക്കൂടെ? ആന്റി, ഈ പുരാണത്തിലെ കഥ പോലെ ഓരോന്ന് പറഞ്ഞാ ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രൂഫാ വേണ്ടത്. തെളിവില്ലാതെ ഞാൻ ഒരു കാര്യം വിശ്വസിക്കില്ല. ഇതെല്ലാം നിന്റെ തോന്നല് മാത്രമാണ്. ഈ തോന്നലും വെച്ചിട്ട് നീ വെറുതെ ഒരു പ്രാന്തി ആവണ്ട. മേഘനയുടെ രൂപം തന്നെ ഈ സംയുക്തയ്ക്ക് എങ്ങനെ കിട്ടി? സംതിങ് ഈസ് റോങ്. മേഡം, നിങ്ങളുടെ ഫോണാണ്. മേഡം, ഞാൻ എടുത്തോളാം. മാഡം, നിങ്ങളുടെ സ്പീച്ച് ഉള്ളതാ, സമയമായി. ഓക്കെ, ജസ്റ്റ് ഗിവ് മീ 2 minutes. ഓക്കെ മാഡം. അപ്പൊ ഓക്കെ മിസ്റ്റർ മിഥുൻ, ഓൾ ദി ബെസ്റ്റ്. മേഡം, Yeah. മേഡം, മാഡം, ദാറ്റ്സ് ഓക്കെ, ഞാൻ എടുത്തോളാം. കുറച്ച് സമയം എനിക്ക് കിട്ടിയുള്ളെങ്കിലും അത്രയും സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റിയല്ലോ. അത്രയും നേരം ഒരു പ്രശ്നമില്ലാതെ എനിക്ക് മിഥുനേട്ടനെ കാണാൻ പറ്റിയല്ലോ. അപ്പൊ എന്റെ ശ്വാസം പോലും സന്തോഷം കൊണ്ടൊരു പൂമ്പാറ്റയെ പോലെ പാറി പറക്കായിരുന്നു. മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടായിരുന്നു. ആ കാലുകളിൽ തൊടാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മിഥുനേട്ടാ. ചാരു, അത് പിന്നെ ഞാനിപ്പോ ചേച്ചി എന്നാണോ വിളിക്കണ്ടേ അതോ സംയുക്ത എന്നാണോ വിളിക്കണ്ടേ?
എന്റെ ഈ വേഷം മാത്രമേ മാറിയിട്ടുള്ളൂ ചാരു. മനസ്സും സ്വഭാവവും ഒന്നും മാറിയിട്ടില്ല. അതൊരിക്കലും മാറാനും പോകുന്നില്ല. സത്യത്തിൽ ഇതൊക്കെ എന്താ ചേച്ചി? എനിക്കിതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല. ചേച്ചിയുടെ രൂപം മാറി, ഭാഷ മാറി, ചേച്ചിയുടെ പ്രവൃത്തികളും മാറി. ഈ മാറ്റത്തിനുള്ള കാരണം എന്താണ്? ചില മനുഷ്യരെ മനസ്സിലാക്കണമെങ്കിൽ ചില വേഷങ്ങൾ കെട്ടേണ്ടതായിട്ട് വരും. ചില ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ ശരിയാ, പക്ഷെ എന്തിനാ ഇങ്ങനെയൊക്കെ? മിഥുനേട്ടന്റെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മിഥുനേട്ടനെ രക്ഷിക്കണം. മിഥുനേട്ടനും മഞ്ജരിയും ഒരുമിച്ച് നിൽക്കുന്നത് ഒരിക്കലും നല്ലതിനായിരിക്കില്ല. വിവേകും ചാരുവും എല്ലാ തടസ്സങ്ങളും മാറി ഒന്നിക്കണം. എല്ലാത്തിലും ഉപരിയായി മഞ്ജരി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എല്ലാവരെയും അറിയിച്ച് അവളിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേഷം കെട്ടാനും തയ്യാറാണ് ചാരു. എല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ആരുടെ കൂടെയും ഏത് സഖ്യത്തിൽ വേണമെങ്കിലും ചേരും. ആകാശത്ത് പക്ഷികളാണ് എതിരാളികൾ. അവരെ തോൽപ്പിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്നുകൊണ്ടല്ല, ആകാശത്ത് പോയി തന്നെ യുദ്ധം ചെയ്യണം. പക്ഷെ അതിനുവേണ്ടി ഈ ജയമാർ എങ്ങനെ സമ്മതിച്ചു? നമ്മുടെ ആഗ്രഹങ്ങൾ സത്യമുള്ളതാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നമുക്കൊപ്പം നിൽക്കും. ഇവളെന്റെ മകളാ മോളെ. അമേരിക്കയിൽ വെച്ചുണ്ടായൊരു വലിയ ആക്സിഡന്റിൽ ശരീരം തളർന്ന് അവള് കോമ സ്റ്റേജിലായി. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാമോ? എന്താ സാർ അത്? എന്റെ മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിനക്കത് ചെയ്യാമോ മോളെ? മേഘ, നിന്റെ കഴിവുകളെ നീ കുറച്ച് കാണരുത്. മിഥുനോടൊപ്പം നീ ഉണ്ടായിരുന്ന കാലത്ത് എത്രമാത്രം ലാഭമാണ് അവന് നീ ഉണ്ടാക്കി കൊടുത്തത്. നീ കാരണം മിഥുന്റെ കമ്പനി എത്ര ഉയരത്തിലെത്തി, അതെല്ലാം നീ മറന്നുപോയോ മേഘ? മിഥുനും കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടിയും മറ്റൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും മഞ്ജരിയുടെ കയ്യിൽ ആ കുടുംബത്തെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതല്ലേ നീ? ഇതുതന്നെയാണ് ഏറ്റവും നല്ല മാർഗം. നിന്റെ ഭാവി ജീവിതത്തിനു വേണ്ടി നീ സംയുക്ത എന്ന അവതാരമെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിന്ന് എനിക്ക് അർജുനാണ് ഇതെല്ലാം ചെയ്യാനുള്ള ധൈര്യം തന്നത്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു മാറി നിന്ന് എന്നെ മാറ്റിയെടുത്തത്. അർജുൻ എന്ന ശക്തി എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വലിയൊരു സാഹസമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ ഒരു നാടകമാണെന്ന് അവര് മനസ്സിലാക്കില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ആൾമാറാട്ടം അവര് മനസ്സിലാക്കാതിരിക്കോ? എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്യുന്നത് തെറ്റ് തന്നെയല്ലേ ചേച്ചി? ഒരിക്കലും അല്ല. ഇനിയും പഴയതുപോലെ തന്നെ ഇരുന്ന മേഘയ്ക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. ഇതൊരു നാടകമാണെങ്കിലും ലക്ഷ്യം നല്ലതിനു വേണ്ടി തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ മേഘയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അർജുൻ. എന്നാലും എല്ലാവരും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തി ഇത്രയും നാളും കുറ്റപ്പെടുത്തിയതിനേക്കാൾ പ്രശ്നം കൂടുകയല്ലുള്ളൂ അർജുൻ. സൂര്യന്റെ ചൂട് തട്ടി ഉരുകുമ്പോഴും ജനങ്ങളെല്ലാം ഒരു ചാറ്റൽ മഴ തന്ന ആശ്വാസം നൽകുന്ന മേഘങ്ങളെ എന്നും കുറ്റപ്പെടുത്താറേ ഉള്ളൂ വിവേക്. പക്ഷെ ഒരു കാര്യമുണ്ട്, മേഘങ്ങൾ ഒരിക്കലും സൂര്യന് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. തങ്ങളുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്, അതവരുടെ കടമയാണ്. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന് പേടിച്ച് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരുന്ന നമ്മുടെ ഈ ജന്മം കൊണ്ടൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇവിടെ മേഘയും അതുപോലെ തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഈ ബാധ്യത ഏറ്റെടുത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാലും ശരി, അവളെ കുറ്റപ്പെടുത്തിയാലും ശരി, അത് നമ്മുടെ മാത്രം കുഴപ്പമായിരിക്കും. അത് സത്യമാണ് അർജുൻ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മേഘനേടത്തിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടത്തി എന്ത് തീരുമാനം എടുത്താലും അതിന് എന്റെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആ മഞ്ജരിയുടെ കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതെന്താണ് പ്രശ്നം മേഘ? നമുക്കിങ്ങനെ ആൾമാറാട്ടം നടത്തി ഈ ലോകത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ മഞ്ജരിയുടെ മനസ്സിൽ ഇപ്പൊ തന്നെ പല തോന്നലുകളും കണക്കുകൂട്ടലുകളും തുടങ്ങിക്കാണും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, തന്റെ തോന്നലുകളും കണക്കുകൂട്ടലുകളും ശരിയാണോ എന്നവൾ ഉറപ്പിക്കും. ആ കാര്യത്തെ ഓർത്ത് ഏട്ടത്തി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ടി വരില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ വിവേക്? വല്യേട്ടന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ജയമാറിന്റെ മകൾ
അമേരിക്കയിലെ തന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, തന്റെ അടുത്ത ഫ്രണ്ടാണെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്റെ മോമായിരുന്നു. ഇനിയെങ്ങാനും ഏട്ടത്തി ശരിക്കും മേഘനയാണെന്ന് മനസ്സിലായ മഞ്ജരിയുടെ കാര്യവും എന്റെ മോമിന്റെ കാര്യവും ഒക്കെ ഒരു തീരുമാനമാവും. അതുകൊണ്ട് അവർ സത്യം പറയില്ല. എന്നാലും അവരുടെ തോന്നലുകൾ ശരിയാണോന്ന് അവരെ അറിയാൻ ശ്രമിക്കില്ലേ? അതൊന്നും കുഴപ്പമില്ല, അതിനുള്ള ഐഡിയ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അതെന്താ അർജുൻ? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ സംശയമൊന്നും തോന്നാൻ പോകുന്നില്ല. ഉള്ള സംശയങ്ങളെല്ലാം തീർന്നു കിട്ടുകയും ചെയ്യും. ആ പറഞ്ഞത് ശരി അർജുൻ, നമുക്കതുപോലെ തന്നെ ചെയ്തേക്കാം. ബട്ട് ജാഗ്രത വേണം, ഒന്നും നിനക്കെതിരായി വരാൻ പാടില്ല. ഉം. ശരി മേഘ, ഞാൻ അധിക നേരം മാറി നിന്ന അകത്തുള്ളവർക്ക് ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. എന്നാൽ ഞാൻ അകത്തുണ്ടാവും. ആയിക്കോട്ടെ അർജുൻ. ഒരു കാര്യം കൂടി, JMR സാറ് നിന്നെ വലിയൊരു ബാധ്യതയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറ് നിന്നെ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിനക്ക് എന്ത് തന്നെ വന്നാലും നീ ഭംഗിയായിട്ട് നിർവഹിക്കണം. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി അർജുൻ. എന്നാ വാ. Welcome to India, Miss Samyukta. She's your mom, right? Yeah. നമസ്തേ ആന്റി. ചേച്ചി, ചേച്ചി, എന്തു പറ്റി ചേച്ചി? എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താന്ന് പറ ചേച്ചി. എന്താ പറയണ്ടേന്നറിയില്ല. ഇത് സ്വപ്നാണോ അല്ലയോന്ന് പോലും മനസ്സിലാവുന്നില്ല പ്രിയമതെ. ഒരാളെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്തോ അത്ഭുതമായിരിക്കുന്നു. അവളെ കാണുമ്പോൾ എനിക്കിന്ന് മേഘനയെ പോലെ തോന്നാം. സത്യത്തിൽ എനിക്കും ഒരു ഷോക്കായി പോയെന്ന് വേണം പറയാൻ. നമ്മുടെ മേഘന മറ്റൊരു രൂപത്തിൽ വന്ന പോലെ എനിക്ക് തോന്നിയത്. ശരിക്കും ഇതെന്തോ ഒരാൾമാറാട്ടം പോലെയാ തോന്നിയത്. സത്യം പറഞ്ഞ മേഘന ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും മേഘനയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആന്റി, മേഘനെ പോലെയാന്ന് ഇങ്ങനെ കിടന്ന് പറയണ്ട. എനിക്കിപ്പോ സത്യത്തിൽ തോന്നുന്നത് അത് മേഘന തന്നെയാണെന്നാ. നിന്റെ തോന്നൽ ആവശ്യമില്ലാത്തതാ. ഞാൻ പറഞ്ഞില്ല അത് മേഘനയെ പോലെ ഇരിക്കുന്ന വേറെ ആരോ ആണെന്ന്. ഇല്ല ആന്റി, അവളുടെ രൂപവും മാറ്റി ഭാഷയും മാറ്റി. പക്ഷെ എന്തൊക്കെ മാറ്റിയാലും എനിക്ക് അവളെ മനസ്സിലാവും. അത് മേഘനയാണെന്ന് എനിക്ക് ഉറപ്പാ. മഞ്ജരി, ഈ പട്ടിക്കാട്ടി കിടക്കുന്ന മേഘന എവിടെ കിടക്കുന്നു? അവിടെ അമേരിക്കയിൽ ബിസിനസ് പഠിച്ചു വന്ന സംയുക്ത എവിടെ കിടക്കുന്നു? രൂപത്തിൽ നല്ല സാമ്യമുണ്ട്, പക്ഷെ ആള് വേറെയാണ്. ഇല്ല എറിയമേ, എനിക്കിപ്പോ മഞ്ജരിയെ പോലെ ഡൗട്ട് തോന്നുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നേ? അതെ ഡാഡ്, അവളെ കാണാൻ ശരിക്കും മേഘനയെ പോലെ തന്നെ ഉണ്ട്. ആ കണ്ണ്, മൂക്ക്, ചെവി എല്ലാം അതെല്ലാം മേഘനയെ പോലെ തന്നെ. അതിനേക്കാളും മാച്ചായിട്ട് തോന്നിയത് അവളുടെ കയ്യാ. അവളുടെ സ്പർശം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും മേഘനയുടെ തന്നെയാണ്. ഓ, മിഥുൻ ഇതുവരെ മേഘനയുടെ സ്പർശനം ഒന്നും മറന്നിട്ടില്ല അല്ലേ? മഞ്ജരി പ്ലീസ്,
ഇവിടുത്തെ ടോപ്പിക് അതല്ല. അത് മേഘനയാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. വല്യേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. വല്യേട്ടൻ പറഞ്ഞത് 100% കറക്റ്റ് തന്നെയാ. അത് നമ്മുടെ മേഘനടുത്തിയാ. പിന്നെന്താടാ ഇങ്ങനെ? അത് മേഘനയാണെങ്കിൽ പിന്നെ അവളെന്താ അങ്ങനെ സംസാരിച്ചേ? നമ്മുടെ മേഘന അവൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളെ ഒന്നും ഒരു പരിചയമില്ലാത്ത പോലെയാണല്ലോ അവൾ സംസാരിച്ചത്. ആണല്ലേ? എനിക്കും ആദ്യം കണ്ടപ്പോൾ ഇതേ സംശയമൊക്കെ തന്നെയാ തോന്നിയത്. പക്ഷെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ മാറി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശരിക്കും ആരാണെന്ന്. ഒരു മിനിറ്റ് ഇതൊന്ന് നോക്കിക്കേ, അപ്പൊ മനസ്സിലാവും. ദാ ഇതൊന്ന് നോക്ക്. മിസ്റ്റർ ജയമാറിന്റെ മകൾ സംയുക്ത ഇത് ലണ്ടനിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാ. ഇനി ഇത് നോക്ക്. സംയുക്ത അമേരിക്കയിലായിരുന്നപ്പോ അവിടുത്തെ ബ്രാഞ്ച് ഓഫീസിൽ വെച്ചെടുത്ത ഫോട്ടോയാണിത്. ഓൾമോസ്റ്റ് 4 വർഷം മുൻപ് എടുത്തത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ. ഇതൊന്ന് നോക്ക്. ഇത് ഏകദേശം 7 വർഷം മുൻപ് എടുത്ത ഫോട്ടോയാണ്. ഇത് ഗ്രാജുവേഷൻ സമയത്ത് എടുത്തത്. ആ സമയത്ത് മേഘനടുത്ത് ഈ നാട്ടിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇനി അത് മാത്രമല്ല, ആ സമയത്ത് ഈ സംയുക്ത ഇന്ത്യയിലേക്ക് വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉറപ്പായി, ഒരു ഡൗട്ടും ഇല്ല. ഈ പെൺകുട്ടി ഉറപ്പായിട്ടും ജയമാറിന്റെ മകൾ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോ ആ കുട്ടിയും മേഘനയെ പോലെ തന്നെയാണ്. അപ്പോഴും ആ കൈകൾ... മഞ്ജരി, ഞാൻ പറഞ്ഞതല്ലേ, ഒരാളെ പോലെ ഇരിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവുമെന്ന്. ഇത് ജയമാറിന്റെ മകൾ സംയുക്തയാണ്. അല്ലെങ്കിൽ തന്നെ ഇതിനെല്ലാം ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? മഞ്ജരി, നീ അവിടെ വെച്ച് ആ സംയുക്തയുടെ ക്ലോസ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഇപ്പം ഇതിന് ഈ കാര്യം പറയേണ്ട ആവശ്യം എന്താ? ആവശ്യമില്ലാത്ത കള്ളം പറഞ്ഞിട്ട് അതവസാനം എന്റെ തല തന്നെ വീണല്ലോ. മഞ്ജരി, മിഥുൻ നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. അതെ മിഥുൻ, ഞാനും സംയുക്തയും വളരെ ക്ലോസ് ഫ്രണ്ട്സാ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നീ ഇവിടെ മേഘനയെ കാണുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിൽ വെച്ച് ആ സംയുക്തയെ കണ്ടു കാണുമല്ലോ. എന്നിട്ടെന്താ മേഘനയെ ഇവിടെ വെച്ചന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ നിനക്ക് സംയുക്തയെ കുറിച്ച് ഓർമ്മ വന്നില്ല? ഈ മേഘനയെ പോലെ തന്നെ അമേരിക്കയിലും വേറൊരു പെൺകുട്ടി ഉണ്ടെന്ന് എന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല? ഞാൻ പെട്ടുപോയല്ലോ. ഈ ചോദ്യത്തിന് ഞാൻ ഇനി എന്താ പറയുന്നേ? ഈ ആന്റി ആവശ്യമില്ലാത്ത കള്ളം പറഞ്ഞെന്നെ പെടുത്തിയല്ലോ. അയ്യോ, മഞ്ജരി ഇനി എന്ത് കള്ളം പറഞ്ഞത് കവർ ചെയ്യും? മിഥുന്റെ മുമ്പില് അധിക നേരം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്നോടാ മഞ്ജരി ചോദിച്ചത്. അത് പിന്നെ മിഥുൻ, അതായത് ഇനി ഉത്തരം പറയാൻ മഞ്ജരി ശരിക്കും കഷ്ടപ്പെടും. എന്താ മഞ്ജരി ഇത്? ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരം പറഞ്ഞാൽ എന്താ? നീ അന്ന് മേഘനയെ കണ്ടപ്പോ സംയുക്തയുടെ ഒരു കാര്യം പോലും പറഞ്ഞില്ല. അതോ സംയുക്തയുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണോ? അപ്പോ നീ ഞങ്ങളോട് കള്ളം പറയായിരുന്നല്ലേ?